ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ദോശ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നമ്മൾ ഇന്നൊരു ഗോതമ്പ് ദോശ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയാണ്. ഇത് ഞാൻ ഉപ്പിട്ട് വെച്ചേക്കുന്ന മാവാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ മാവ് നല്ലപോലെ ചിലപ്പോൾ കട്ടയായിട്ടൊക്കെ ഇരിക്കും, നല്ലപോലെ നമുക്ക് ലൂസായി കിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ആ മിക്സിയിൽ ഇടുന്നതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടി ഇടും. കുറച്ച് തേങ്ങയും ഈ മാവും കൂടെ മിക്സിയിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്ത ഗോതമ്പ് മാവാണ് ഈ ഒഴിക്കുന്നത്. കട്ടയില്ല, കട്ട കെട്ടിയിട്ടില്ല. നമുക്ക് സിമ്പിളായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. ഇതിൽ ഉപ്പും തേങ്ങയും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ചേർക്കാം. നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ. ക്യാരറ്റ് അരിഞ്ഞത്, ഇനി കുറച്ച് സവാള. ഞാൻ ഇവിടെ പച്ചമുളക് ഇടുന്നില്ല, പച്ചമുളക് നമുക്ക് ചേർക്കാം. കുട്ടികൾക്ക് കൊടുക്കുന്നവർക്ക് പച്ചമുളക് ചേർക്കണ്ട, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മുരിങ്ങയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. നമുക്ക് തിരിച്ചിടാം. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സ്റ്റേജിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് എടുക്കാവുന്നതാണ്. നമ്മുടെ കളർഫുൾ ആൻഡ് ടേസ്റ്റി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഈ ദോശ വേറെ കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. പിന്നെ കറി വേണ്ടവർക്ക് ചിക്കൻ കറി ആയാലും ചട്നി ആണെങ്കിലും ഏത് കറിയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലൊരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലെ കുഞ്ഞു മക്കൾക്കെല്ലാം ഇങ്ങനൊരു ദോശ ഉണ്ടാക്കി കൊടുക്കുക. ഈ ഒരു ദോശ കഴിക്കാൻ നമുക്ക് കറിയുടെ പോലും ആവശ്യമില്ല. കൊച്ചു കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ദോശയാണ്. എങ്ങനെയുണ്ട് ദോശ? കൊള്ളാം. അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.